തൻ്റെ ഇഷ്ടങ്ങളൊക്കെ അടക്കി വെച്ച് അച്ഛൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് സന്തോഷ് സുബ്രഹ്മണ്യം. അവൻ്റെ ജീവിതം മൊത്തം കൺട്രോൾ ചെയ്യുന്നത് അവൻ്റെ അച്ഛൻ സുബ്രഹ്മണ്യമാണ്. അവൻ്റെ പഠിത്തം, ജോലി, ഡ്രസ്, ഫ്രണ്ട്സ്, മാരേജ് എല്ലാം അവൻ്റെ അച്ഛൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അവൻ എന്താണ് നല്ലതെന്ന് അച്ഛൻ അറിയാമെന്നുള്ള വിശ്വാസത്തിലാണ് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സന്തോഷ് ആവട്ടെ അച്ഛനോടുള്ള ബഹുമാനവും ഭയവും കൊണ്ട് ഒന്നും എതിർത്ത് പറയാതെ എല്ലാം അനുസരിക്കുന്നു. എന്നാൽ ഒരു സ്വാതന്ത്ര്യമുള്ള ജീവിതം വേണമെന്ന് അവനും ആഗ്രഹമുണ്ട്. സന്തോഷിൻ്റെ അച്ഛൻ സുബ്രഹ്മണ്യം ആകട്ടെ അവന് വേണ്ടി ഒരു നല്ല കുടുംബത്തിൽ നിന്നൊരു പെൺകുട്ടിയെ കല്യാണം ആലോചിക്കുന്നു. എന്നാൽ ഇതിനിടയിൽ സന്തോഷ് ഹാസിനി എന്ന പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. കൂട്ടിലകപ്പെട്ടതുപോലെ ജീവിക്കുന്ന അവന് പാടം നടന്ന തന്റെ ജീവിതം ആസ്വദിക്കുന്ന ഹാസിനിയെ കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു. അവളുടെ ഓരോ രീതികളും പെരുമാറ്റവും സ്വഭാവവും ഒക്കെ സന്തോഷിനെ അവളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നുണ്ട്. അവർ തമ്മിൽ ഫ്രണ്ട്സ് ആവുന്നു. പിന്നീട് അവർ തമ്മിൽ ഇഷ്ടത്തിലാവുന്നുണ്ട്. ഹാസിനിയുമായുള്ള മാരേജിന് അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഹാസിനി ഈ കുടുംബത്തിന് പറ്റിയ മരുമകളല്ലെന്നൊക്കെ അവന്റെ അച്ഛൻ പറയുന്നു. എന്നാൽ 10 ദിവസം അവൾ ഈ വീട്ടിൽ നിന്ന് നോക്കട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും അവൾ ഇഷ്ടമാവുമെന്ന് പറഞ്ഞ് ഹാസിനിയെ സന്തോഷ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ടൂറിന് പോവുകയാണെന്ന് കള്ളം പറഞ്ഞാണ് ഹാസിനി അവളുടെ വീട്ടിൽ നിന്നും സന്തോഷിന്റെ വീട്ടിലേക്ക് വരുന്നത്. ആദ്യമൊന്നും ആരും അവളുമായി കൂട്ടാവുന്നില്ല. ആ വീട്ടിലെ ചിട്ടകളൊന്നുമായി പൊരുത്തപ്പെടുവാൻ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതിന്റെ പേരിൽ സന്തോഷ് അവളെ വഴക്ക് പറയാൻ തുടങ്ങുന്നു. അവൾ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിലെല്ലാവരും അവൾ ഇഷ്ടമാവുന്നു. എന്നാൽ അവന്റെ അച്ഛൻ ഇപ്പോഴും അവളെ മരുമകളായി കാണാൻ സാധിക്കുന്നില്ല. ഇതിന്റെ പേരിൽ അച്ഛനും സന്തോഷം തമ്മിൽ വഴക്കാവുന്നുണ്ട്. എന്നാൽ ഈ വീട്ടിലെ ചിട്ടകളുമായി പൊരുത്തപ്പെടാൻ തനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. പുറത്തൊരു സ്വഭാവം, അകത്ത് വേറെ സ്വഭാവമായി നിൽക്കാൻ തനിക്ക് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവളും വിഷമത്തിൽ സന്തോഷിനെ വിട്ടു പോകുന്നുണ്ട്. അതോടെ സന്തോഷ് ആകെ തകർന്നു പോകുന്നു. അവന്റെ ചിരി മായുന്നു. അവൻ വർഷങ്ങളായി മനസ്സിൽ അടക്കി വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ അവൻ അച്ഛനോട് പറയുന്നു. തന്റെ ഇഷ്ടങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്താണ് താൻ ഈ വീട്ടിൽ ഇത്രയും കാലം നിന്നിരുന്നതെന്നും ഒരു സ്വാതന്ത്ര്യം തനിക്ക് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ അവന്റെ അച്ഛനും സങ്കടമാവുന്നുണ്ട്. തെറ്റുകൾ അയാൾ റിയലൈസ് ചെയ്യുന്നു. അമിതമായുള്ള നിയന്ത്രണം തന്റെ കുടുംബത്തെ തന്നെ തകർക്കുകയായിരുന്നു എന്ന് സുബ്രഹ്മണ്യം അപ്പോൾ മനസ്സിലാക്കുന്നു. അങ്ങനെ സന്തോഷിന്റെയും ഹാസിനിയുടെയും ബന്ധം അദ്ദേഹം അംഗീകരിക്കുന്നു. അങ്ങനെ സന്തോഷ് ആദ്യമായി തന്റെ ജീവിതത്തിൽ സ്വന്തമായ ഒരു തീരുമാനമെടുക്കുന്നു. ഹാസിനിയും സന്തോഷമായി ഹാപ്പിയായി ജീവിക്കുന്നു.